ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ആൻഡ് മോർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിന്നർ റെസിപ്പിയാണ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ പരാഠയും ഗ്രീൻ പീസ് എഗ് കുറുമയും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് പരാഠയ്ക്കുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ആട്ട എടുത്തിട്ടുണ്ട്. ഈ തവിക്കാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത്. ഇതെനിക്കൊരളവ് തവിയാണ്. ഈ തവിക്ക് ഒരു തവി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചപ്പാത്തി നല്ല കറക്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യത്തിൽ നിങ്ങളും ഇങ്ങനെ ഒരു അളവായിട്ടൊന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ എത്ര ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുകയാണ്. റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നത് മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം കൈകൊണ്ടൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. എണ്ണയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കാം. ഞാൻ ചപ്പാത്തി മാവ് കൃത്യമായിട്ട് എത്ര വെള്ളം ഒഴിച്ച് കുഴക്കണം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേണമെങ്കിൽ നോക്കിക്കോളൂ. അതിൽ ഇത്ര മാവിന് ഏകദേശം ഇത്ര വെള്ളം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. അതായത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഇത് കുഴച്ച് വെച്ചിട്ടുള്ളത്. പക്ഷെ നന്നായിട്ടൊന്ന് അമർത്തി കുഴച്ചെടുക്കണം. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടി മാവ് സോഫ്റ്റായിട്ട് വരും. ഈ സമയം കൊണ്ട് നമുക്ക് കറി തയ്യാറാക്കാം. ഗ്രീൻ പീസ് എഗ് കുർമ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ പീസും മുട്ടയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 200 ഗ്രാം വരും. അത് മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിലൊരു 3-4 സ്റ്റീമെങ്കിലും വെക്കേണ്ടി വരും, നന്നായിട്ട് വെന്ത് വരാൻ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഒരു 7-8 വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലെ വെള്ളത്തിലേക്ക് മുട്ട ചേർക്കുകയാണ്. മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടാതിരിക്കാനായി 1 സ്പൂൺ എണ്ണ കൂടി ഞാൻ ചേർക്കുകയാണ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം 7 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മുട്ട റെഡിയായിട്ട് വരും. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഞാനൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചേർക്കുകയാണ്. ഇപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല, കാരണം ഇപ്പോഴേ ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങനെ വാടിപ്പോവും. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ സ്വല്പം ഉപ്പ് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായി പറഞ്ഞാൽ നല്ല ബ്രൗൺ ആവണം എന്നില്ല, ഒരു വിധത്തിൽ വഴന്ന് വന്നാൽ മതി. ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇത്രയും വഴന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. പകരം ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അത് ഞാൻ 2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇപ്പോൾ ഇട്ടത് പോരാ തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി പൊടികൾ ചേർത്ത് സിമ്മിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ തക്കാളിയും കൂടി ഞാൻ ചേർത്ത് വഴറ്റുകയാണ്. തക്കാളി വല്ലാതെ മാഷ് ആവണമെന്നൊന്നുമില്ല, ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ തക്കാളിയും ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വരുന്ന ഈ സ്റ്റേജിലാണ് ഗ്രീൻ പീസ് ചേർക്കുന്നത്. ഗ്രീൻ പീസും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാല പിടിക്കുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കണം. ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ഗ്രീൻ പീസ് വെന്ത് കിട്ടും. കാരണം ഇത് ഫ്രഷ് പീസാണല്ലോ. കുതിർത്തി വേവിച്ച ഗ്രീൻ പീസാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി ചേർത്ത് അടച്ച് വെച്ച് എടുത്താൽ മതി. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. മല്ലിയില വേണ്ടവർക്ക് മല്ലിയിലയും ചേർക്കാം. എനിക്ക് കറിവേപ്പിലയാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത്. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവിക്ക് എത്ര വെള്ളം വേണോ നിങ്ങൾക്കത് ഈ സമയത്ത് ചേർക്കാം. ഇതേ സ്റ്റേജിൽ തന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒന്നും കൂടി ഒരു അഡീഷണൽ സ്വാദ്, കുറുമയല്ലേ, അതിന് വേണ്ടിയിട്ട് സ്വല്പം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. സ്വല്പം വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു തിള വന്നോട്ടെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഒരു നുള്ളി ചേർത്താൽ മതി, അധികം പാടില്ല. ഇപ്പോൾ നമ്മുടെ കുറുമ റെഡിയായി കഴിഞ്ഞു. വെജിറ്റേറിയൻസിന് ഈ രീതിയിൽ തന്നെ സെർവ് ചെയ്യാം.
പക്ഷേ നമ്മളുടേത് ഗ്രീൻ പീസ് എഗ് കുർമ ആയതുകൊണ്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ 2ആയി കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മുട്ടയിലേക്കും കൂടി കറിയുടെ ഗ്രേവി ഇറങ്ങാനായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഗ്രീൻ പീസ് എഗ് കുർമ റെഡിയായി കഴിഞ്ഞു. അടുത്തതായി പറാട്ട റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു വലിയ ചെറുനാരങ്ങയുടെ സൈസിൽ ഉരുളയെടുത്ത് നമുക്കിതൊന്ന് ആദ്യം പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തും പോലെ തന്നെ നല്ലപോലെ പൊടി മുക്കിയിട്ട് പരത്തിയെടുത്താൽ നമുക്കിതാ ഇങ്ങനെ റോൾ ചെയ്ത് കിട്ടും. അതായത് ഈ റോളർ ഉണ്ടല്ലോ, റോളറിൽ അധികം ബലം കൊടുക്കാതെ ഇങ്ങനെ ഉരുട്ടിക്കൊടുത്താൽ നമ്മൾ പരത്തുന്ന ചപ്പാത്തി തന്നെ വട്ടത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് വരും. അപ്പോൾ നല്ല റൗണ്ടായിട്ട് കിട്ടും. ഇത് ചെയ്ത് തന്നെ പഠിക്കണം. 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്കിത് ശരിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ വട്ടത്തിൽ വരാൻ വേണ്ടി മുറിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ പരത്തിയ ചപ്പാത്തിയുടെ മീതെ റിഫൈൻഡ് ഓയിലാണ് ഞാൻ തൂകുന്നത്. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് തൂകാം. ഇനി അതിന് ശേഷം എന്താ ഈ വിധത്തിൽ ഇതൊന്ന് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെയും വീണ്ടും റിഫൈൻഡ് ഓയിൽ ഒന്ന് നല്ലപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ടത് വീണ്ടും മടക്കുക. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായി. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇനി അടുത്ത പ്രാവശ്യം പരത്തിയെടുക്കുമ്പോൾ ഇത് ഈ ട്രയാങ്കിൾ ഷേപ്പ് തന്നെ വരാൻ ശ്രമിക്കണം. അധികം ബലം കൊടുത്ത് പരത്താനേ പാടില്ല. അപ്പോഴേ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ നല്ല ലെയറായിട്ട് വരികയുള്ളൂ. ആദ്യത്തെ പറാട്ട റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കുക വേണ്ടു. ഇനി ഞാൻ മറ്റൊരു ഷേപ്പിലും കൂടി കാണിച്ചു തരാം. ഇപ്പം നേരത്തെ പരത്തിയ പോലെ തന്നെ ഇതാദ്യം വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുന്നു. മീതെ റിഫൈൻഡ് ഓയിലോ നെയ്യോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് തടവാം. പിന്നെ ഈ മടക്കലിലാണ് വ്യത്യാസം. കണ്ടില്ലേ? ഇത് ഞാൻ ഇങ്ങനെയാണ് മടക്കുന്നത്. അതായത് ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് വരുന്ന വിധത്തിൽ നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ ഓരോ ഭാഗത്തും ഈ ഓയിൽ തടവാൻ മറക്കരുത്. ഇനി അതിനുശേഷം എന്താ ഇങ്ങോട്ടും മടക്കി വീണ്ടും ഒന്നും കൂടി മടക്കി. അപ്പോൾ ഈ ഷേപ്പ് കിട്ടും. ഇത് നമുക്ക് പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോഴും അധികം ബലം കൊടുക്കാതെ നമ്മളൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് നല്ല അതേ ഷേപ്പിൽ തന്നെ നമ്മളിത് കഴിയുന്നിടത്തോളം പരത്തിയെടുക്കുക. കാണാനും ഭംഗിയാണ്, പക്ഷേ കഴിക്കുന്ന സമയത്ത് നല്ല ലെയറായിട്ട് നമ്മൾക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നല്ലപോലെ ചൂടായ പാനിലേക്ക് നമുക്ക് പരത്തി വെച്ച് പറാട്ട ഇടാം. സാധാരണ ചപ്പാത്തി ചുടുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചും ഇടാം. പക്ഷേ അപ്പോഴേക്കും ഫ്ലെയിം മീഡിയത്തിലാക്കണം കേട്ടോ. ഹൈയിലായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി 2 ഭാഗത്തും റിഫൈൻഡ് ഓയിലാണ് ഞാൻ തടവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തന്നെ തടവാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് തടവി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. ഇനി ഇതേ മാവ് കൊണ്ട് നിങ്ങൾക്ക് സാധാരണ ചപ്പാത്തിയും ചുട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. നിങ്ങൾക്ക് നെയ്യൊന്നും തടവാതെയും ഇത് ചുട്ടെടുക്കാം. പക്ഷേ ഈ പറാട്ട കുറച്ചും കൂടി സോഫ്റ്റായിരിക്കും. അതുപോലെ നല്ല ലെയറായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവർ ഹോം ആൻഡ് മോർ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ഐക്കണും കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്